16ാം നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിൽ വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം ആലപിച്ച് നടപടികൾ തുടങ്ങിയത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയേക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സഭയിലെത്തിയപ്പോഴാണ് ഈ നാടകീയ നീക്കമുണ്ടായത്. എന്നാൽ വന്ദേമാതരം മുഴുവനായി വായിക്കാതിരുന്നതിലൂടെ പുതിയ UDF സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്താൻ സാധ്യതയുണ്ടായിരുന്ന മറ്റ് പല ഭരണപരമായ വിവാദങ്ങളെയും ചർച്ചകളെയും സഭയുടെ തുടക്കത്തിൽ തന്നെ വഴിതിരിച്ചുവിടാൻ VD സതീശൻ സർക്കാരിന് കഴിഞ്ഞുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇനി ഈ വിഷയത്തിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിടയുള്ള പ്രതികരണമാണ് ഏറെ നിർണായകം. ദേശീയഗീതത്തിന്റെ പൂർണ്ണരൂപം ആലപിക്കാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടുകയോ പരസ്യ നിലപാട് സ്വീകരിക്കുകയോ ചെയ്താൽ അത് ലോക്ഭവനും പുതിയ സർക്കാരും തമ്മിലുള്ള ആദ്യ പോരാട്ടത്തിന് വഴിവെക്കും. കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പോകുമെന്ന നയപ്രഖ്യാപന പ്രസ്താവന നിലനിൽക്കുമ്പോൾ തന്നെ ദേശീയ പ്രോട്ടോകോളിന്റെ ലംഘനം ചൂണ്ടിക്കാണിച്ച് ഗവർണർ വരും ദിവസങ്ങളിൽ കടുത്ത നിലപാടിലേക്ക് കടക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇതിനൊപ്പം തന്നെ നിയമസഭയിലെ 3 BJP അംഗങ്ങൾ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടും വരും ദിവസങ്ങളിൽ സഭയെ ശ്രദ്ധേയമാക്കും. ദേശീയതയും വന്ദേമാതരത്തോടുള്ള ആദരവും മുൻനിർത്തി BJP അംഗങ്ങൾ സഭയ്ക്കുള്ളിലും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുതിരാനാണ് സാധ്യത. പുതിയ UDF സർക്കാരിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കാൻ ഈ വന്ദേമാതരം വിവാദം BJP സഭയിൽ വലിയ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ മറ്റ് ഭരണപരമായ വീഴ്ചകളിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാൻ സർക്കാർ തന്ത്രപരമായി നീങ്ങിയതാണെങ്കിലും ഗവർണറുടെയും BJPയുടെയും നീക്കങ്ങൾ VD സതീശൻ സർക്കാരിന് മുന്നിൽ പുതിയൊരു രാഷ്ട്രീയ നിയമപരമായ കുരുക്കായി മാറുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാത്തത് BJP അംഗങ്ങൾ സഭയിൽ ഉയർത്തുമ്പോൾ സ്പീക്കർ എടുക്കുന്ന നിലപാടും നിർണായകമാകും. നേരത്തെ VD സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചിരുന്നു. ഇത് വിവാദമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഗവർണറുടെ ഓഫീസാണ് ഇത് ചെയ്യിപ്പിച്ചതെന്നും അക്കാര്യം അറിഞ്ഞില്ലെന്നും VD സതീശൻ പ്രതികരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണമായും അവതരിപ്പിക്കാതിരുന്നത് എന്നാണ് സൂചന. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് നിലവിലുള്ളതുപോലെ തന്നെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും രാജ്യത്ത് ആദ്യമായി ഔദ്യോഗിക പ്രോട്ടോകോളും കർശന മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ചരിത്രപരമായ ഈ പുതിയ പരിഷ്കാരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. ഇനി മുതൽ രാജ്യത്തെ ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം ആലപിക്കുമ്പോൾ കൃത്യമായ നിയമങ്ങളും സമയക്രമവും പാലിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒന്നിച്ചാലപിക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആദ്യം വന്ദേമാതരം പ്ലേ ചെയ്യണം. ഇതിനുശേഷമേ ജനഗണമന പാടാൻ പാടുള്ളൂ എന്ന് പ്രോട്ടോകോളിൽ പ്രത്യേകം നിർദ്ദേശിക്കുന്നു. മാത്രമല്ല, ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപത്തിലുള്ള 6 ചരണങ്ങളും ആലപിക്കണം.